ഇന്നതൊരു ട്രാവൽ വ്ലോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു ട്രാവൽ വ്ലോഗാണ്. 2 മാസത്തിന് ശേഷം നമ്മളിതാ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിതാ അതിന് ദോഹ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 മാസം പോയതേ അറിഞ്ഞില്ല. വന്ന ടൈമിൽ 2-3 ദിവസം പെട്ടെന്ന് സമയമൊന്നും പോവാത്ത പോലെ ഭയങ്കര ബോറടി ആയിരുന്നു. പിന്നീട് ദിവസങ്ങളെല്ലാം പെട്ടെന്ന് പോയി. നമ്മളിതാ ഇവിടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. പോവാനൊന്നും തോന്നുന്നില്ല, പിന്നെ പോവാതിരിക്കാനും പറ്റൂലല്ലോ. പിന്നെ ആകെയുള്ളൊരു സമാധാനം കാക്കു ഒപ്പമുണ്ട്, അതുകൊണ്ട് വലിയ ടെൻഷനും ഒന്നുമില്ല. അങ്ങനെ ഇതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ലഗേജ് എല്ലാം ഇവിടെ കൊടുത്ത് ബോർഡിംഗ് പാസും കിട്ടി നമുക്ക് നമ്മുടെ ഗേറ്റ് നമ്പറിൻ്റെ അവിടെ പോയിരിക്കാം. അതിന് മുന്നേ നമുക്ക് ദോഹ എയർപോർട്ടിൽ വേറൊരു സ്ഥലം കൂടിയും കാണാൻ ബാക്കിയുണ്ട്. ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ ദോഹ എയർപോർട്ടിൽ ഒരു ഫോറസ്റ്റ് ഏരിയയും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് വേണം നാട്ടിലേക്ക് പോവാൻ. ഇനി എപ്പോഴാണ് ഇങ്ങോട്ടൊരു വരവ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ ആ ഒരു ഏരിയയും കൂടി കണ്ടിട്ട് വേണം നാട്ടിലേക്ക് പോവാനും. നമ്മൾ അങ്ങോട്ട് ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് പോണത്. നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. ദോഹ ടു ഹൈദരാബാദ് ടു കൊച്ചിയാണ്. തിരിച്ചു പോകുമ്പോൾ എൻ്റെ മൈൻഡ് ഫുൾ ഫ്രീ ആണ്, എനിക്ക് ഒരു ടെൻഷനും ഇല്ല. പക്ഷെ വരുമ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ ഞാൻ വന്നത്. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എന്താണെന്ന് പോലും എനിക്ക് ഓർക്കാൻ പോലും വയ്യ. കാരണം എനിക്ക് ഒത്തിരി പേടിയുണ്ടായിരുന്നു. ഫസ്റ്റ് ആയ കാരണം ഫ്ലൈറ്റിൽ കയറാനുള്ള പേടിയെക്കാട്ടിലും എനിക്ക് കൂടുതലുണ്ടായിരുന്നത് എയർപോർട്ടിലെ പ്രൊസീജിയേഴ്സ് ഓർത്തിട്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഒന്നും അറിയില്ലല്ലോ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നത് ഖത്തർ എയർവൈസിലായിരുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴൊന്നും എനിക്ക് ഒട്ടും പേടിയുണ്ടായിരുന്നില്ല. അവിടുന്ന് എയർപോർട്ടിൽ കയറിയ മുതൽ എനിക്ക് ടെൻഷൻ കൂടി. പിന്നെ പുറത്തിറങ്ങി കാക്കുവിനെ കാണുന്നത് വരെ എനിക്ക് ടെൻഷനായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. പക്ഷെ പോകുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാക്കു ഒപ്പമുള്ളതുകൊണ്ട്. നല്ല ഭംഗിയുണ്ട് ദോഹ എയർപോർട്ടൊക്കെ കാണാൻ. ഇനി നമ്മൾ നേരെ പോണത് ഫോറസ്റ്റ് ഏരിയയിലോട്ടാണ്. നമ്മൾ ഫോറസ്റ്റ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലത്തെ അനിമൽസ് സ്റ്റാച്ചു ആയിട്ട് സെറ്റ് ചെയ്തതും. അതുപോലെ തന്നെ അവരെ മുമ്പിലുള്ള ടേബിളിലെല്ലാം അവർക്കുള്ള ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അമ്മനൂസിനും അത് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ അനിമൽസിനെ കാണുമ്പോഴും അത് എലിഫൻ്റ് അതാ മങ്കി അതാന്ന് പറഞ്ഞിങ്ങനെ കാണിച്ചു തരുമായിരുന്നു. പിന്നെ അധികം നേരം അവിടെ നിന്നില്ല, നേരെ നമ്മുടെ ഗേറ്റ് നമ്പറിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഗേറ്റ് നമ്പറിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള സമയമായി. ഞങ്ങളുടെ കയ്യിൽ 2 ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു, ട്രോളി. അതും കൂടി അവർ ലഗേജിൽ ഇട്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുൾ ഫ്രീ ആയി. പിന്നെ ഇവിടുന്ന് ബസ്സിലാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോകുന്നത്. ഞാനിപ്പോൾ 2ാമത്തെ തവണയാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എന്നാണ് തോന്നുന്നത്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചതുകൊണ്ടാവാം എനിക്കത് എക്സ്പീരിയൻസ് നന്നായിട്ട് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ അത് എൻജോയ് ചെയ്ത് പോകുന്നത്. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ ആൾക്ക് പേടി ചെയ്തപ്പോൾ ആളെ ഉറങ്ങി. പിന്നെ അതാ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായി നമുക്കുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ തരുന്നുണ്ട്. ഞാനത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ക്യാബിൻ ക്രൂ എന്നെ നോക്കിയതുപോലെ എനിക്ക് തോന്നി. അപ്പം തന്നെ ഞാൻ ഫോൺ ചെറുതായിട്ടൊന്ന് താത്തി പിടിച്ചതുകൊണ്ട് ഫുള്ളായിട്ട് നല്ലപോലെ കിട്ടിയില്ല. നമ്മുടെ ഫ്ലൈറ്റ് ഇതാ ടേക്ക് ഓഫ് ചെയ്യാണ്. ബൈ ബൈ ഖത്തർ. ഇനി എപ്പോഴാണ് ഇങ്ങോട്ട് നിന്നും നമുക്ക് അറിഞ്ഞൂടാട്ടോ. എനിക്ക് നല്ല സങ്കടമുണ്ട്, അതിലുപരി സന്തോഷമുണ്ട്. സങ്കടം എന്ന് വെച്ചാൽ എന്തോർത്തിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സന്തോഷം എന്ന് വെച്ചാൽ കാക്കു എൻ്റെ കൂടെ നാട്ടിലേക്ക് വരുന്നുണ്ടത് ഓർത്തിട്ടാണ്. ദോഹയിൽ നിന്ന് ഒരു 3.5 മണിക്കൂറുണ്ട് കേട്ടോ ഹൈദരാബാദിലേക്ക്. ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ തീരെ ഉറങ്ങാൻ പറ്റിയില്ല. ഉറക്കം വരുന്നുണ്ടായിരുന്നു, പക്ഷെ എന്താണെന്നറിയില്ല, തീരെ ഉറങ്ങാൻ പറ്റിയില്ല.
ഇതാ നമ്മൾ ഹൈദരാബാദിൽ എത്തിയിട്ടുണ്ട്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാണ്. ഹൈദരാബാദിൽ നമുക്ക് 3 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അവിടുന്ന് പിന്നെ കൊച്ചിയിലേക്ക് 1 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോയത് ഖത്തർ വൈസിലും ഇങ്ങോട്ടേക്ക് വന്നത് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഒരെണ്ണം ഖത്തർ ഫ്ലൈറ്റും ഒരെണ്ണം ഇൻഡിഗോ ആയിരുന്നു. ഇതിൽ 3ലും ഞാൻ കംഫർട്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കൂല കേട്ടോ. അടിപൊളിയായിരുന്നു. കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഹൈദരാബാദ് എയർപോർട്ടും കാണാൻ പറ്റി. ഫ്ലൈറ്റ് ഇറങ്ങിയ പാടന്നെ നേരെ പോയത് വാഷ്റൂമിലോട്ടാണ്. അങ്ങനെ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇനി നമുക്ക് ലഗേജ് കളക്ട് ചെയ്യാൻ പോകണം. ലഗേജ് കളക്ട് ചെയ്ത് നേരെ പുറത്തിറങ്ങി ആദ്യം തന്നെ വല്ലതും കഴിക്കണം. ഒടുക്കത്തെ വിശപ്പായിരുന്നു. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ വല്ലതും കഴിച്ചതാണ്. പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫ്ലൈറ്റൊന്നും ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഇതാ പുറത്തിറങ്ങിയ പാടന്നെ തൊട്ടടുത്തുള്ള കഫേയിൽ തന്നെ ചായയും സാൻഡ്വിച്ചും ക്ലബും വാങ്ങി കഴിച്ചു. ഇവിടെ ഒരു ചായക്ക് 100 രൂപയാട്ടോ. എന്തായാലും പോട്ടെ, വിശപ്പ് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അത് വാങ്ങിക്കഴിച്ചത്. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഹൈദരാബാദിൽ ലാൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ ലഗേജ് കളക്ട് ചെയ്തല്ലോ, അതിൽ ഞങ്ങളുടെ ഒരു ബാഗ് ഞങ്ങൾ എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ ഫ്ലൈറ്റ് കയറാൻ പോകാൻ നേരത്താണ് അത് ഓർമ്മ വന്നത്. പിന്നെ നേരെ പോയി വീണ്ടും എയർപോർട്ടിൽ എന്തൊക്കെയോ ഫോമൊക്കെ ഫില്ല് ചെയ്ത് വീണ്ടും അകത്ത് കയറി അത് എടുത്ത് ലഗേജിൽ വിട്ട ശേഷം കേട്ടോ ഫ്ലൈറ്റിലേക്ക് വന്ന് കയറിയത്. എന്തുകൊണ്ടാണ് ആ ഒരു ബാഗ് മറന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് ഒരു വെടിയും കിട്ടുന്നില്ല. എന്തായാലും ഇവിടെ എത്തിയിട്ട് ആദ്യം മഴ കണ്ടത് ഹൈദരാബാദിൽ നിന്നാണ്. ഫ്ലൈറ്റിൽ കയറിയ ശേഷം നല്ല മഴക്കാറുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയും പെയ്യാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ടുള്ള കുറച്ച് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഫോണിൽ തീരെ ചാർജ് ഇല്ലായിരുന്നു. കൊച്ചിയിൽ ലാൻഡ് ചെയ്ത ശേഷം വീട്ടുകാരെ കണ്ട വീഡിയോസൊന്നും ക്ലിപ്പൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ലാതെ കൊച്ചിയിൽ ലാൻഡ് ചെയ്ത് വീട്ടുകാരെല്ലാവരും കണ്ടു. പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ വീണ്ടും ഫോണിലെ ചാർജ് തീർന്നു. അതുകൊണ്ട് വേറെ ക്ലിപ്പുകളും കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു ട്രാവൽ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.